അങ്ങനെ നമ്മളെ ചിരിപ്പിച്ച മനുഷ്യൻ നമ്മളെ വിട്ടുപോയി. പക്ഷേ ഏറ്റവും വലിയ വിഷമം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയും ബാഡ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇവൻ ചത്തോ, പുഴുത്ത നാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പല രീതിയിലും വിമർശിക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നാളെ ഈ കമൻ്റ് ഇട്ടവരും മരിക്കും, ഈ വീഡിയോയിൽ പറഞ്ഞ ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. അപ്പം നമ്മളാരും അഹങ്കരിക്കരുത്. സലീം കുമാറേട്ടൻ നമ്മളെയൊക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വലുത് നിങ്ങളെ അമ്മേനെ അച്ഛനെക്കാട്ടും വലുത് നിങ്ങൾക്ക് ചിലപ്പം പാർട്ടി ആയിരിക്കും. പക്ഷെ നമുക്കങ്ങനെയല്ല, നമുക്ക് സ്നേഹബന്ധമാണ് വലുത്, അത് മനസ്സിലാക്കണം. ഇവിടെ അന്തം നിറഞ്ഞ ടീമുകൾ കുറച്ചുണ്ട്. അപ്പം അവരെ അന്തക്കമ്മികൾ എന്ന് പറഞ്ഞ് കൂട്ടാം, തലയിലൊന്നും ഉണ്ടാവില്ല, വിവരമില്ലാത്ത മനുഷ്യരാണ്. അപ്പം അവർക്ക് പാർട്ടി ആയിരിക്കും വലുത്, നമുക്ക് മനുഷ്യത്താണ് വലുത്. അപ്പം വേറെ ഒന്നും പറയാനില്ല. എന്നാലും മറ്റൊരു വീഡിയോ കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി. നമ്മളെ ജയസൂര്യേട്ടനും അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കാൻ നമ്മളെ മനസ്സിൽ ഇടം പിടിക്കാൻ ഈ സലീം കുമാറേട്ടനാണ് കാരണം. പുലിവാൽ കല്യാണത്തിൽ സലീം കുമാറേട്ടൻ ഉണ്ടെങ്കിൽ ആ സിനിമ ഇല്ല, നമ്മളെ മനസ്സിലില്ല. എന്തായാലും ജയസൂര്യേട്ടൻ ഭയങ്കര വിഷമമുണ്ട് പുള്ളിക്ക്. പിന്നെ അതേപോലെ തന്നെ ദിലീപേട്ടൻ്റെ ഒരു വീഡിയോ കണ്ട്, അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. എന്തായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നൊന്നും പറയാനില്ല. എന്തായാലും ഈ കമൻ്റ് ഇട്ടവന്മാർ എന്താ പറയുക, അവർക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം വേണം കുറച്ച്, എന്നാലാണ് നമ്മൾ എന്താ പറഞ്ഞാലില്ല ഇങ്ങനെ ആവരുത്. അപ്പോൾ ആ മനുഷ്യനങ്ങനെ ക്രൂരമായിട്ടാണ് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത് കമൻറ്റിൽ. എന്തായാലും നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്നാലും സലീമേട്ടന് വേണ്ടി നമുക്കൊരു നേരം പ്രാർത്ഥിക്കും.